ഏറ്റവും മോശമായ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിലുള്ളതിൽ ജാൻമണി ദാസ് ആണെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും അഹങ്കാരം പിടിച്ച് താനാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് പുള്ളിക്കാരി. പുള്ളിക്കാരിനെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ താഴെ എല്ലാവരും നിൽക്കണം, പുള്ളിക്കാരിനെ എല്ലാവരും പൊക്കിക്കൊണ്ട് അടക്കണം, അടിപൊളിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ. അതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഒരു ചിന്ത. പുള്ളിക്കാരി തിരിച്ചെന്താണ് കാണിക്കുന്നത്? ആരോടും റെസ്പെക്ട് ഇല്ല, പ്രാകുക, അതുപോലെ തന്നെ അധിക്ഷേപിക്കുക, ശപിക്കുക, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. വളരെ മോശമായ ഒരു ക്യാരക്ടർ തന്നെയാണ് പുള്ളിക്കാരിയുടേത്. താൻ തേർഡ് ക്ലാസ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ലെന്നും തേർഡ് ക്ലാസ് ഡ്രാമ എന്നാണ് പറഞ്ഞിട്ടുള്ളൂന്നും ആ വീഡിയോ കാണിക്കണമെന്നുമാണ് ബിഗ് ബോസിനോട് ജാൻമണി പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരി അന്ന് ശരിക്കും തേർഡ് ക്ലാസ് ഡ്രാമ എന്നും പറയുന്നുണ്ട്, പിന്നീട് തേർഡ് ക്ലാസ് പീപ്പിൾ എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ കാണുമ്പോൾ എന്തായാലും പുള്ളിക്കാരിയുടെ കിളി പോവുമായിരിക്കും. ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്ന സമയത്താണ് ശ്രീരേഖ വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ ക്യാപ്റ്റൻ ഇങ്ങനെ തേർഡ് ക്ലാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ക്യാപ്റ്റന്മാരും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ശ്രീരേഖ അവിടെ സംസാരിക്കേണ്ടത്. അതിനുശേഷമാണ് ജാൻമണി വന്നിട്ട് പുള്ളിക്കാരുടെ സൈഡ് പറയുന്നത്, ഞാൻ അങ്ങനെയല്ല വിളിച്ചത്, ഞാൻ തേർഡ് ക്ലാസ് ഡ്രാമ എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശ്രീരേഖ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അപ്പൊ റസ്മിനും വന്നിട്ട് പറയുന്നുണ്ട് തേർഡ് ക്ലാസ് ഡ്രാമ എന്ന് പറയുകയും പിന്നീട് തേർഡ് ക്ലാസ് പീപ്പിൾ എന്ന് ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതിനുശേഷമാണ് ജാൻമണി വന്നിട്ട് പറയുന്നത് ഞാൻ ജാൻമണി ദാസ് ആണ്, ഞാൻ തട്ടിയും മുട്ടിയും റോഡിലിരിക്കുന്ന ആളല്ലെന്ന്, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന ആളാണെന്നൊക്കെയാണ് ജാൻമണി വന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വളരെ മോശമായിട്ട് മറ്റുള്ളവരെ പറ്റി പറയുന്ന ഒരാൾ ജാൻമണി തന്നെയാണ് ബിഗ് ബോസ് വീട്ടില്. എന്തിനാ ഇങ്ങനെയാണെന്ന് പ്രാകണേന്ന് അറിയില്ല. സിമ്പിൾ ആയിട്ടൊരു കാര്യമാണെങ്കിലും വളരെ പേഴ്സണൽ ആയിട്ട് പുള്ളിക്കാരി അതെടുത്തിട്ട് വളരെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തന്നെയാണ് പുള്ളിക്കാരി പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസം നോറയുടെ ഇഷ്യൂ കഴിഞ്ഞിട്ട് നോറയെ പറ്റിയൊക്കെ പറയുന്ന കേൾക്കണമായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? നോറയുടെ സൗണ്ട് പോണം, അവള് നശിക്കണം, അങ്ങനെ ഒരുപാട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അർജുന പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിയർ തന്നെ നശിപ്പിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരി. തന്നെ കോമണർ ആയിട്ട് വന്ന റസ്മിൻ അവളൊന്നും എനിക്ക് തുല്യമല്ലെന്നും എനിക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ലെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. താൻ പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കണം, തന്നെ ആരും ഒന്നും പറയാൻ പാടില്ല, താനാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരി പറയുന്ന പല സ്റ്റേറ്റ്മെന്റും അടുത്തിരുന്ന് കേൾക്കുന്നവർ അതിന്റെ രീതിയിൽ അവിടെ റിയാക്ട് ചെയ്യുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അൻസിബയോട് റസ്മിന്റെ കാര്യവും അതുപോലെ തന്നെ നോറയുടെ കാര്യം ഒന്നും സംസാരിച്ചിട്ടും അവരതിന് നല്ലപോലെ റിയാക്ട് ചെയ്യുന്നില്ല. ആരും അവിടെ അതുപോലെ തന്നെ പുള്ളിക്കാരിയോട് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. റിയാക്ട് ചെയ്താൽ അവരങ്ങനെ പ്രാഗൂന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല, അവരൊന്നും റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ലാലേട്ടൻ വരുമ്പോൾ ആ വീഡിയോകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവരെ പൊളിച്ചടുക്കുക തന്നെ വേണം. എന്താണ് ജാൻമണി ദാസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.